ഇന്ന് ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി പല രാജ്യങ്ങളും അംഗീകരിക്കുകയാണ്. എന്തായാലും ഈ ഒരു രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ പ്രശ്നങ്ങളില്ല. ഇസ്രായേലിന് കൃത്യമായി അറിയാം ഇന്ത്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. പോരാത്തതിന് ഒരു ദ്വിരാഷ്ട്രവാദത്തെയാണ് ഇന്ത്യ അംഗീകരിക്കുന്നത്. അതായത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അവിടെ കൃത്യമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാം ലഭിക്കണം, മറിച്ച് ഇസ്രായേലിൻ്റെ അവകാശങ്ങളും നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും ഫലസ്തീനെ അംഗീകരിച്ച സാഹചര്യം ഉണ്ടായതിൽ ഇസ്രായേൽ നിലവിൽ പ്രകോപിതരായിരിക്കുകയാണ്. ഒരു പുതിയ രാജ്യവും രൂപീകരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ഇപ്പോൾ നെതന്യാഹു ഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത്. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിന് ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ എന്നീ രാജ്യങ്ങൾ ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിക്കുന്നു. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഫലസ്തീൻ രാഷ്ട്രവും ഞങ്ങൾ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് ശേഷം ഭീകരതയ്ക്കുള്ള വലിയ പ്രതിഫലം എന്നാണ് നെതന്യാഹു ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. US-ൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം പ്രതികരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നെതന്യാഹുവിൻ്റെ രോഷമെന്നാണ് മാധ്യമങ്ങൾ ഇത് പറയുന്നത്. 3 രാജ്യങ്ങളിലെയും സർക്കാരുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെതന്യാഹു ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഒക്ടോബർ 7 ഭീകരമായ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച നേതാക്കൾക്ക് എനിക്ക് വ്യക്തമായ ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഭീകരതയ്ക്ക് ഒരു വലിയ സമ്മാനമാണ് നൽകുന്നത്. എനിക്ക് നിങ്ങൾക്കായി മറ്റൊരു സന്ദേശം കൂടെയുണ്ട്. ഇതുപോലൊന്നും സംഭവിക്കില്ല. ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് ഒരു ഫലസ്തീൻ രാഷ്ട്രവും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് മനസ്സിൽ വെച്ചുകൊള്ളൂ എന്നാണ് നെതന്യാഹു ഇപ്പോൾ ഈ 3 രാഷ്ട്രങ്ങളോടും പറഞ്ഞിരിക്കുന്നത്. ജൂത കുടിയേറ്റ വ്യാപനത്തിനും ഫലസ്തീൻ രാഷ്ട്രത്തിനും എതിരായിട്ടുള്ള എതിർപ്പും ഇവിടെ ചർച്ചയാവുന്നുണ്ട്. അതായത് വർഷങ്ങളായി ആഭ്യന്തര വിദേശ സമ്മർദ്ദങ്ങൾക്കിടയിലും ഈ ഭീകര രാഷ്ട്രത്തിൻ്റെ രൂപീകരണം ഞാൻ തടഞ്ഞു എന്നാണ് നെതന്യാഹു പറയുന്നത്. ഞങ്ങളിത് ദൃഢനിശ്ചയത്തോടെ ചെയ്തു. കൂടാതെ ജൂദിയയിലും സമരിയയിലും ജൂതവാസസ്ഥലങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കി. ഞങ്ങൾ ഈ പാതയിൽ തന്നെ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹു വീണ്ടും ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തെ എതിർക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ദ്വിരാഷ്ട്ര അനുരഞ്ജനം ത്വരിതപ്പെടുത്തുന്നുവെന്നും അന്താരാഷ്ട്ര സ്വീകാര്യതയും വിവാദവും ഇവിടെ ചർച്ചയാവുന്നുണ്ട്. ഫലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ നീക്കം ദുരാഷ്ട്ര പരിഹാരത്തിനായുള്ള ആക്കം പുനരുജ്ജീവിപ്പിക്കാനുള്ള വിശാലമായ അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ ഭാഗമാണെന്നും എന്നിരുന്നാലും ഈ തീരുമാനത്തെ ഇസ്രായേലും അമേരിക്കയും ശക്തമായി വിമർശിച്ചുവെന്നുമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.